പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഈ ഒരു പാഠഭാഗത്തിൽ 1497 ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളുമായി യാത്ര ചെയ്ത വാസ്കോ ഡ ഗാമയെക്കുറിച്ചും അദ്ദേഹം ഇന്ത്യ, അതുപോലെ തന്നെ ആഫ്രിക്ക, അതുപോലെ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയതിനെക്കുറിച്ചും ഈ ഒരു യാത്രയിൽ അദ്ദേഹത്തെ യാത്രയ്ക്ക് സഹായിച്ച പ്രധാനപ്പെട്ട കാറ്റുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കാനുള്ളത് കാറ്റുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് അന്തരീക്ഷമർദ്ദമെന്നും അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കാറ്റിനുള്ള കാരണമെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. അഥവാ അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരത്തെയാണ് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷമർദ്ദത്തിൽ വ്യതിയാനമുണ്ടാകുമ്പോൾ, മാറ്റങ്ങളുണ്ടാകുമ്പോൾ കാറ്റുകൾ രൂപം കൊള്ളുന്നു എന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. അന്തരീക്ഷമർദ്ദത്തിലെ വ്യതിയാനങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ആദ്യ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിലെ വായു ചെലുത്തുന്ന ശരാശരി ഭാരം. അഥവാ ഒരു രസബാരോമീറ്റർ അഥവാ ഒരു മെർക്കുറി ബാരോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് അന്തരീക്ഷമർദ്ദത്തെ സാധാരണ രീതിയിൽ അളക്കുന്നത്. അങ്ങനെ അളന്നു കഴിഞ്ഞാൽ മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്നീ ഏകങ്ങളിലാണ് ഇവ രേഖപ്പെടുത്തുന്നത്. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൻ്റെ രസനിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടിക കുഴലിൽ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അഥവാ സാധാരണ രീതിയിൽ അന്തരീക്ഷത്തിലെ മർദ്ദത്തിൻ്റെ ശരാശരി മർദ്ദം സാധാരണ ഈ ഹെക്ടോപാസ്കലോ അല്ലെങ്കിൽ മില്ലിബാർ ഏകകം അനുസരിച്ച് മെർക്കുറി ബാരോമീറ്ററിൽ നാം അളന്ന് തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതിലെ മെർക്കുറി അല്ലെങ്കിൽ ആ രസത്തിൻ്റെ നിരപ്പ് ഏകദേശം 76 സെൻറ്റിമീറ്ററിലായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. ആ സമയത്ത് അല്ലെങ്കിൽ അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലിബാർ അഥവാ 1013.2 ഹെക്ടോപാസ്കൽ ആയിരിക്കും. അഥവാ പൊതുവെ അന്തരീക്ഷ മർദ്ദം, ശരാശരി അന്തരീക്ഷ മർദ്ദം കാണപ്പെടുന്നത് 1013.2 മില്ലിബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോപാസ്കലാണ്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിലെ എ എന്നും ബി എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള 2 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒരു പർവ്വതത്തിൻ്റെ മുകളിലും ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒരു സമുദ്രത്തിന് അടുത്തുമാണ്. ഈ 2 സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്തായിരിക്കും വായുമർദ്ദം കൂടുതലുള്ളത്, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഉയരവും അന്തരീക്ഷമർദ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരും. അഥവാ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ 1 MB എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത്. മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് വായുമർദ്ദം കുറയുന്നത്. അഥവാ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയിലെ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഉയർന്ന ഭാഗങ്ങളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് അവിടെ കുറയുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ വായുമർദ്ദം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് നാം യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ടൂറ് പോകുമ്പോഴൊക്കെ നമ്മുടെ ചെവി അടയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഉയർന്ന സ്ഥലങ്ങളിലെ ഈ വായുമർദ്ദത്തിലെ കുറവാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ്.
വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രദേശത്തിൻ്റെ ഉയരം എന്നുള്ളത്. ഏതെങ്കിലും സ്ഥലത്ത് ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയും ഉയരം കുറയുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉയരത്തെ പോലെ തന്നെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഘടകങ്ങളാണ് താപവും ആർദ്രതയും. ഇവ രണ്ടും എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ വസ്തുക്കളെ പോലെ തന്നെ വായുവും ചൂടേൽക്കുമ്പോൾ വികസിക്കുകയും വായു വികസിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നതിനാൽ അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഇതുമൂലം വായുമർദ്ദം കുറയുന്നതിനിടയാക്കും. ഉയർന്നു പോകുന്ന വായു വിവിധ വശങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം തണുക്കുകയും വായുവിന് സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. ഇത് വൻതോതിൽ വായു താഴ്ന്നിറങ്ങുന്നതിനും അതിൻ്റെ ഫലമായി അന്തരീക്ഷ മർദ്ദം കൂടുന്നതിനും കാരണമാകുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, വായു ചൂടേൽക്കുമ്പോൾ അത് വികസിക്കുകയും വിവിധ ഭാഗങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് കൊണ്ട് താപമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് പൊതുവെ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. കാരണം വായുവിൻ്റെ സാന്ദ്രത അവിടെ കുറയുന്നു. എന്നാൽ ഈ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ വായു വീണ്ടും അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ തണുത്ത് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ വിവിധ വശങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടെ വായുവിൻ്റെ സാന്ദ്രത കൂടുകയും അവിടെ അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യുന്നു. അഥവാ താപം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുകയും താപം കുറയുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കൂടുകയും ചെയ്യുന്നു. താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രദേശത്തിൻ്റെ രാത്രിയും പകലുമുള്ള ചിത്രങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ എവിടെയാണ് അന്തരീക്ഷ മർദ്ദം കൂടുതലുള്ളതെന്നും എവിടെയാണ് അന്തരീക്ഷ മർദ്ദം കുറവെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഈ ചിത്രങ്ങളിൽ ഒന്ന് രാത്രിയാണ്, ഒന്ന് പകലാണ്. ഇവയിൽ വായുമർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യം, വായുമർദ്ദം കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യം എന്നിവ തിരിച്ചറിഞ്ഞ് HL എന്നീ അടയാളങ്ങൾ രേഖപ്പെടുത്തുക. H എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ, L എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ. അപ്പോൾ സ്വാഭാവികമായിട്ട് രാത്രിയിലായിരിക്കും ഹൈ പ്രഷർ ഉണ്ടായിരിക്കുക, പകലിലായിരിക്കും ലോ പ്രഷർ. കാരണം എന്താണ്? സൂര്യൻ്റെ ചൂടേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം, അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് ആർദ്രത എന്ന് പറയുന്നത്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അതുകൊണ്ടാണ് ജലം ബാഷ്പമാകുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വായുവിൻ്റെ മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് വരുന്നത്. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, അന്തരീക്ഷത്തിലെ ആർദ്രത, അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അഥവാ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ്. 1 ഉയരം, 2 ആർദ്രത, 3 താപം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദം എന്നാണ് നാം വിളിക്കുക. അഥവാ ഹൈ പ്രഷർ, H എന്നതുകൊണ്ടാണ് അതിനെ സാധാരണയായിട്ട് സൂചിപ്പിക്കാറുള്ളത്. ഇനി ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം ഏതെങ്കിലും ഒരു പ്രദേശത്ത് കുറവാണെങ്കിൽ അതിനെ ന്യൂനമർദ്ദം, ലോ പ്രഷർ എന്നാണ് സാധാരണ രീതിയിൽ വിളിക്കാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സമതാപ രേഖകളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത്. സമതാപ രേഖകൾ പോലെ ഒരേപോലെ മർദ്ദമുള്ള പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചു വരക്കുന്ന സാങ്കല്പിക രേഖകളെ സമമർദ്ദ രേഖകൾ എന്ന് വിളിക്കുന്നു. സമമർദ്ദ രേഖകൾ നിരീക്ഷിച്ചാൽ ഏതൊരു പ്രദേശത്തെയും അന്തരീക്ഷ മർദ്ദത്തിൻ്റെ വിതരണക്രമം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനാകും. ചിത്രത്തിൽ കാണുന്നത് ആഗോള മർദ്ദ മേഖലകളാണ്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല,
മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും വിവിധ മർദ്ദമേഖലകൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആഗോള മർദ്ദമേഖലകൾ നിർണ്ണയിക്കുന്നത് എന്നും ആഗോള മർദ്ദമേഖലകളുടെ സവിശേഷതകൾ എന്താണ് എന്നുമൊക്കെയാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരേപോലെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൗമോപരിതലത്തിലെ വിവിധ മർദ്ദമേഖലകളായിട്ട് തിരിച്ചിട്ടുള്ളത്. ഭൂമിയിലെ വിവിധ മർദ്ദമേഖലകൾ ഏതൊക്കെയാണെന്ന് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓരോ മർദ്ദമേഖലയെയും അല്ലെങ്കിൽ ഈ മൊത്തത്തിൽ ഈ മർദ്ദമേഖലകളെ വിളിക്കുന്നത് ആഗോള മർദ്ദമേഖലകൾ എന്നാണ് വിളിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് അക്ഷാംശങ്ങൾക്കിടയിൽ ഒരേപോലെയുള്ള മർദ്ദമാണെങ്കിൽ, അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ, അങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങൾ അല്ലെങ്കിൽ വിവിധ അക്ഷാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് മർദ്ദമേഖലകൾ അഥവാ ആഗോള മർദ്ദമേഖലകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ ഏറ്റവും ആദ്യത്തെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ആദ്യം നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഒരു വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി അഥവാ നേരിട്ട് പതിക്കുന്ന മേഖലയാണ് ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എപ്പോഴും ചൂടായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ എപ്പോഴും ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണമായി മാറുന്നു. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്ന ഈ ഒരു അന്തരീക്ഷ മർദ്ദ മേഖലയുള്ളത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ വളരെ ദുർബലമായിരിക്കും. കാറ്റുകളില്ലാത്ത ഒരു മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് പായക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്കൊക്കെ ഇതൊരു പേടി സ്വപ്നമായിരുന്നു. കാരണം തീരെ കാറ്റില്ലാത്ത ഒരു മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലുള്ള ഈ ഒരു പ്രദേശത്ത് സൂര്യൻ്റെ ചൂട് എപ്പോഴും വന്ന് നേരിട്ട് തട്ടുന്നതിനാൽ തന്നെ ഇവിടെയുള്ള വായു അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അഥവാ ഇവിടെയുള്ള വായു വികസിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും ഇവിടെ എപ്പോഴും വായു ഇല്ലാത്ത അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ ഒരു ഏരിയയായിട്ട് മാറുകയും ചെയ്യുന്നു. അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മധ്യരേഖാ പ്രദേശത്തു നിന്ന് ചൂട് പിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താവുകയും ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നതിനുള്ള കാരണമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഗോളമർദ്ദ മേഖല ചർച്ച ചെയ്തപ്പോൾ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയുള്ള വായു വികസിച്ച് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. ഈ വായു പിന്നീട് തണുത്ത് ചൂട് പിടിച്ച ഈ വായു പിന്നീട് തണുത്ത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉച്ചമർദ്ദം അനുഭവപ്പെടാനുള്ള പ്രധാന കാരണമായിട്ട് ഇവ മാറുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിനോട് ഏറെ അടുത്തതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പേറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു. ഇതുമൂലം ഉപധ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. പൊതുവെ ഉപധ്രുവീയ മേഖലയിൽ തണുപ്പ് കൂടിയത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വായു ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം, വായുവിൻ്റെ മർദ്ദം ഉണ്ടാവേണ്ട ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഭൂമിയുടെ ഭ്രമണം കാരണത്താൽ ഈ വായു ചുഴറ്റി ധ്രുവീയ മേഖലയിലേക്ക് എറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഉപധ്രുവീയ മേഖല ന്യൂനമർദ്ദ മേഖലയായിട്ട് നിലകൊള്ളുന്നു.
ധ്രുവീയ ഉച്ചമർദ്ദ മേഖല വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണിത്. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ എല്ലാ സമയത്തും ഉച്ചമർദ്ദമായിരിക്കും. ഈ മർദ്ദ മേഖലകളിലെ ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തും ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടും നീങ്ങുന്നതായിട്ട് സാധാരണ രീതിയിൽ അനുഭവപ്പെടാറുണ്ട്.